നമസ്കാരം. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായാണ് ഇറാൻ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന യുഎസിന്റെ ആവശ്യവും ഇറാൻ തള്ളിയിട്ടുണ്ട്. ഇറാന്റെ നീക്കം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായി ഇറാനിലെ യുറേനിയം ശേഖരം നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം നിർദ്ദേശങ്ങൾക്ക് ഇറാൻ ആദ്യം നൽകിയ മറുപടി തികച്ചും അസ്വീകാര്യം എന്നാണ്. മധ്യസ്ഥമായി നിൽക്കുന്ന പാകിസ്ഥാൻ വഴി ഇറാൻ അയച്ച പകരം നിർദ്ദേശത്തോട് പ്രതികരിക്കവേ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിപ്പിലൂടെ ഇറാൻ ഗെയിം കളിക്കുകയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാൻ 47 വർഷമായി അമേരിക്കയോടും ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളോടും ഗെയിം കളിക്കുകയാണ് എന്ന് അദ്ദേഹം എഴുതി. ഇനി അവർ ചിരിക്കില്ല. 2 മണിക്കൂറിന് ശേഷം ട്രംപ് അതേ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു, ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം ഞാൻ വായിച്ചു കഴിഞ്ഞു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്ന്. ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തൽ ആരംഭിച്ച ഒരു മാസത്തിലേറെ പിന്നിട്ടിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് ടെഹ്റാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സമാധാന കാലത്ത് ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയുടെ 5-1 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ആദ്യം തുറന്നു കൊടുക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിക്കുന്നുണ്ട്. ഇറാന്റെ ആണവശേഷിയെ ഒരു റെഡ് ലൈനായും ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് ഇറാൻ കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും ട്രംപ് ഭരണകൂടം ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തായാലും ചർച്ചകളിലൊക്കെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. അമേരിക്കയും ഇറാനും കപ്പലുകൾ ആക്രമിക്കുന്നതും പിടിച്ചെടുക്കുന്നതും നിലവിൽ തുടരുകയാണ്. ഇതിനിടെ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും വീണ്ടും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പുതിയ ചർച്ചകൾ വരുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥമായി നിന്നുകൊണ്ട് ചർച്ചകൾ ഉണ്ടാവുന്നത്. യുറേനിയം മാറ്റണം എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന്. അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിക്കുന്ന സാഹചര്യം അതെന്തായാലും ശുഭസൂചന തന്നെയാണ് തരുന്നത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. പക്ഷേ ആണവ റിയാക്ടറുകൾ തകർക്കണമെന്നുള്ള ട്രംപിന്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ ഇറാൻ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ട്. മുൻപും ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയി ഇറാന്റെ യുറേനിയം ആയിക്കൊള്ളട്ടെ, ആണവ റിയാക്ടറുകളായിക്കൊള്ളട്ടെ, അത് രാജ്യത്തിന്റെ പൊതുസ്വത്താണ്, അത് ഏത് വിധേനയും സംരക്ഷിക്കുമെന്ന തരത്തിൽ പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിച്ചാൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 30 ദിവസത്തെ സാവകാശം വേണമെന്ന് ഹിസ്ബുള്ള അനുകൂല മാധ്യമമായ അൽ മയാദീനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ വഴി രേഖാമൂലമുള്ള ആശയവിനിമയം തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ഇറാന്റെ കടുത്ത നിബന്ധനകൾ ട്രംപ് ഭരണകൂടം തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. പക്ഷേ യുദ്ധം തീരും എന്നൊരു പ്രതീക്ഷ അത് വരുന്നുണ്ട്.